ഇച്ചായ എണീക്കിച്ചായ. എൻ്റെ ഏലിയമ്മേ, ഇന്നലത്തെ ഹാങ് ഓവർ കാരണം തല പൊങ്ങണില്ല. കുറച്ച് നേരം കൂടി ഞാൻ കിടന്നോട്ടെ. അയ്യോ എന്റെ കർത്താവേ, ഇത് ഞാൻ ഇതുവരെ എഴുന്നേറ്റ് ബോധമില്ലാതെ വന്ന് കിടന്നിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. എന്ത് പറയാനാടി? അത് അവര് പറയും. എന്താണ് നിങ്ങക്ക് പറയാനുള്ള രഹസ്യം? എന്താണ് പറയാൻ ചേട്ടാ? എടാ, എന്താണ് നിനക്കൊക്കെ പറഞ്ഞ് തുലയ്ക്കാനുള്ളത്? ഞങ്ങൾക്ക് ധൃതിയില്ല ചേട്ടാ. എടാ, എനിക്ക് ധൃതിയുണ്ടാ. എന്റെ മോളൂട്ടിയുടെ മോന്റെ പ്രായമുള്ളൂ നിനക്ക്. അതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ. എടാ, എന്താ വെച്ചാ പറയടാ. ഞങ്ങൾക്ക് പറയാനല്ല ചേട്ടാ, കാണിക്കാനാ ഉള്ളത്. ചേട്ടനൊന്ന് കാണ്. കാണിച്ചു കൊടുത്തരാ. ഇത് അവിഹിത ബന്ധത്തിലേർപ്പെട്ട വക്കച്ചനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് വക്കച്ചനെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുവരും. കോടതി വരാന്തയിൽ തൂണുകളുടെ മറവിൽ നിന്ന ഏലിയാമ്മേടത്തിയുടെ രൂക്ഷമായ കണ്ണുകൾ പതിഞ്ഞ് വക്കച്ചൻ ആത്മഹത്യ ചെയ്യുമോ? അതെ, എന്റെ സേതുവേ, ഇന്ന് വെളുപ്പാങ്കാലത്ത് എനിക്കൊരു ദൈവവിളിയുണ്ടായി. എന്താണെന്നറിയാവോ? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന്. പിന്നെ തിരിഞ്ഞും പറഞ്ഞും കിടന്നു നോക്കി, ഒരു സ്വസ്ഥതയില്ല. പുണ്യാളനെ പിള്ളയുടെ രൂപത്തിലാണ് വന്നത്. നമ്മൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഇവിടെ തീരുക. 1001 എഴുതിയത് ചിനി ഒന്ന് പ്രാർത്ഥിക്കണം. തെറ്റ് ഏറ്റുപറഞ്ഞ് ഒന്ന് കുമ്പസരിക്കണം. എങ്കിലേ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുള്ളൂ സേതുവേ. അപ്പോൾ ശരി, ചെല്ലട്ടെ. വാടാ. എന്തുപറ്റി വക്കച്ചന് പെട്ടെന്നൊരു മനംമാറ്റം? നീ അതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. തൽക്കാല ആശ്വാസത്തിന് പിടിച്ചിരിക്കാൻ കുറച്ച് ഫണ്ട് കിട്ടിയില്ലേ? എന്നാലും എൻ്റെ ആൻ്റപ്പ, ആരാണാവോ എൻ്റെ ലീലാവിലാസങ്ങൾ മൊബൈലിൽ പകർത്തിയത്? നിന്റെ കർത്തകരങ്ങൾ വല്ലതും ആണോ? മൊലാളി ചങ്കിക്കുത്ര മത്താൻ പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെ ചെയ്യും. എന്റെ മൊലാളി എന്റെ മൊലാളിയല്ല. ഏതെങ്കിലും ലോക്കൽ ചാനലുകാര് അവരുടെ റേറ്റും കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തായിരിക്കും. ഇപ്പൊ എവിടെ പോയാലും ഒളിക്യാമറയല്ലേ, ഉടായ്പകൾക്ക് ഒരു രക്ഷയില്ല. നീ ഉദ്ദേശിച്ചാരെ കുറിച്ചാ? ഞാൻ പൊതുവെ അങ്ങോട്ട് പറഞ്ഞതാ, മുതലാളി ഉദ്ദേശിച്ചല്ല. നീ പൊതുവെ പറയണ്ട. കാശ് കൊടുത്താലേ നല്ല പല ആൻ്റപ്പന്മാരെയും കിട്ടൂന്ന്. പക്ഷേ ഇമാതിരി പാര വയ്ക്കാൻ ആൻ്റപ്പനെ കിട്ടൂല. കർത്താവേ, നിനക്ക് ഇയാളെ ഇവിടെ നേരത്തെ അങ്ങോട്ട് വിളിച്ചൂടെ? എന്തിനാണോ മക്കളെ എന്നെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടേക്കരുത്? കൊല്ലാൻ വല്ലതുമാണോ? കൊല്ലാനൊന്നും അല്ല എന്റെ ആൻ്റപ്പനണ്ണോ. ഈ വാർഡിലെ ഏറ്റവും നല്ല ഡ്രൈവർക്കുള്ള അവാർഡ് ആൻ്റപ്പേട്ടനല്ലേ? അവാർഡ് തരാൻ വിശിഷ്ട അത് ഇപ്പൊ എത്തും. അവാർഡാ? വെറുതെ എന്നെ പറഞ്ഞു കൊതിപ്പിക്കില്ലടാ. ആളെത്തിയിട്ടുണ്ട്. ഇവനാ? അല്ല, ഗിരീഷ് സാറാണ് അവാർഡും കൊണ്ടുവന്നേക്കണത്. നീ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് ശരിയാണോ ആൻ്റപ്പ? ഇതൊക്കെ സൈബർ സെല്ല് അറിഞ്ഞാലുണ്ടല്ലോ, ശരിയാക്കും മോനെ ആൻ്റപ്പ തന്നെ. പൊന്നു സാറ് പിടിപ്പിക്കില്ലേ? ഇതിലുള്ളൊക്കെ നീ ഡിലീറ്റ് ചെയ്യ്. മെയിലിൽ ഇത് ആവർത്തിക്കാം, കേട്ടല്ലോ? പോട്ടടാ. കേട്ടടാ ആൻ്റപ്പ. തുണിക്കടയിലും ജ്വല്ലറിയിലും കാശ് കൊടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു 3-4 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ഇനിയിപ്പോ ആരോട് പോയി കടം ചോദിക്കാനാ? കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം മേടിച്ചല്ലേ നമ്മൾ ഹോട്ടൽ 4 സ്റ്റാർ ആക്കിയത്. ഇപ്പം എല്ലാവരും എന്നെ കാണുമ്പോൾ മുഖം തിരിക്കുക, ഞാൻ കാശ് ചോദിക്കുമെന്ന് പേടിച്ച്. ഇപ്പോൾ ചെകുത്താനും കടലിനും നടുക്കപ്പെട്ടൊരവസ്ഥയാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് ഗിരീഷിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? അതൊന്നും ശരിയാവില്ല. ഞാൻ അവനോട് ചോദിച്ചിട്ടല്ലല്ലോ ബാർ വാങ്ങിയത്. തറവാട്ടിൽ നിന്ന് പോകുന്നതും ബിസിനസ് തുടങ്ങിയതും സ്വന്തം ഇഷ്ടത്തിനാണ്. അപ്പോൾ പൈസയുടെ കാര്യം വരുമ്പോഴും വേറെന്തെങ്കിലും വഴി കണ്ടെത്തണം. എങ്ങനെയുണ്ട് ബൈ, ഇഷ്ടപ്പെട്ടോ?
मेरे को पसंद आया भाई पेपर कुछ दिखाओ എന്റെ സാബ്ജി നിങ്ങളാദ്യം കാശ് കൊണ്ടുപോവാ. ऐसा कैसे होगा पेपर सब ठीक होना चाहिए पहले അഡ്വാൻസ് താ സാബ്ജി. ऐसा कैसे ഒന്ന് होगा? പറഞ്ഞു കൊടുക്കണം. नहीं नहीं പൈസ അഡ്വാൻസ് അഡ്വാൻസ്. पहला पेपर दिखाना കുറെ നേരമല്ലേ ഇയാള് പേപ്പർ പേപ്പർ എന്ന് പറഞ്ഞോണ്ടിരിക്കും. നീ വണ്ടി തുടിച്ച്. ഗുണശേഖര ഇവരൊക്കെ ആരാ? തന്നോട് പറഞ്ഞില്ലേ സേതുമാധവനുണ്ണി, നിന്റെ വീട് ഞാൻ സ്കെച്ചിട്ടിരിക്കുകയാണെന്ന്. ഞാൻ ബോംബെ നാളെ ഇറക്കിയിരിക്കാം. കേരളത്തിൽ ഇയാൾക്ക് മനോഹരമായൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതുകൊണ്ട് കാണിച്ചു. ഇവര് നിങ്ങളെ പറ്റിക്കാൻ ये കൊണ്ടുവന്നാ? क्या बोल रहे भाई ഏയ് ചുമ്മാ. എന്താ ഗുണശേഖര ഗുണ്ടായസം കാണിക്കാം? ഗുണ്ടായുസൊന്നും അല്ല ഗിരീശ, എനിക്കെന്റെ കാശ് കിട്ടണം. അതെ, ഈ ബോംബെക്കാരനെ കൊണ്ടുവന്നതേ ഈ വീട് വാങ്ങിപ്പിക്കാനാ. भाई साहब अब बम्बई से है क्या? घर लेने के लिए आया? ये मेरा भाई का घर है, तुमको तो धाराव में देखने पड़ेगा. ये क्या बोल रहे भाई अब मेरे खर्चा पानी दे दो मैं वापस चले जाएगा നിനക്ക് ഞാൻ ഖർച്ച മണി ഓർഡർ ആയിട്ട് അയച്ചിടാ. ഒരു നമ്പർ ഇട്ട് പയ്യെ അങ്ങ് വലിയ. സേതുമാധവനുണ്ണി, അതെ, അനിയനെ കൊണ്ട് നീ ഇത് മുടക്കിച്ചാലേ ഞാൻ അറബികളെ കൊണ്ടുവന്ന് പാർപ്പിക്കും. മനസ്സിലായോ? വാടാ. എന്തായി ഗൗരി ഞാൻ പറഞ്ഞ കാര്യം? ഞാൻ പറഞ്ഞല്ലേ നടക്കില്ലാന്ന്. എന്റെ വിഷമം നീ ഒന്ന് മനസ്സിലാക്കുക ഗൗരി. മനസ്സിലാക്കിയെടുത്തോളം മതി. ആഹാ അത് ശരി. ദേ ഗൗരി, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ എന്നെ കോമാളിയാക്കുവാ. സ്വയം കോമാളിയാവുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ, അങ്ങാടി തോറ്റേന് അമ്മയോടൊന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും എന്റെ സ്വർണം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലെങ്കിലും ഈയിടെയായിട്ട് നിനക്കൊരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ പ്രശ്നത്തിനേക്കാളും വലുതാണോ നിനക്ക് നിന്റെ സ്വർണ്ണവും എല്ലാം? ഞാൻ നിങ്ങൾക്ക് സ്വർണം തരാതിരുന്നിട്ടൊന്നുമില്ലല്ലോ. കേസും ബാറും ഒക്കെ ആയിട്ട് എന്റെ സ്വർണം മൊത്തം കൊണ്ടേ കളഞ്ഞതും പോരാ. എന്താ ഗൗരി ഇത്? നീ കൂടെ അറിഞ്ഞിട്ടില്ല എല്ലാം തുടങ്ങിയത്. എന്നിട്ട് വല്ലോ നടന്നോ? കാശ് പോയത് മിച്ചം. ബാറ് തുറക്കാത്തതിന് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. കൊടുക്കാനുള്ള പൈസ സമയത്ത് കൊടുത്തില്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പേ ഞാൻ നാണം കെടും. അങ്ങനെ വന്ന ഈ സേതു ജീവിച്ചിരിക്കില്ല. ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. നീ ഫോൺ എടുക്കാതെയാണോ പോയെ? എത്ര നേരമായിട്ട് പൂജ വിളിച്ചോണ്ടിരിക്കുക. എന്താ മോളെ? അച്ഛൻ അവിടെ ഉണ്ടോ? അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ നോക്കിട്ട് വരാം. हेलो ए ശരിക്കും നോക്കിക്കോട്ടോ. നിർത്ത്. എന്തേ? സേതുവാണെന്ന് തോന്നുന്നല്ലോ. സേതുട്ടാ, സേതുട്ടാ, സേതുട്ടാ എഴുന്നേക്ക്. എഴുന്നേറ്റേ. വാ ഒന്ന് പിടിച്ചു. വാ സേതുട്ടാ. പിടിച്ചു. ദേവുവിനോട് എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്കാൻ പറയട്ടെ. എന്തിന്? ഞാനൊന്നും കഴിക്കുന്നില്ല. കള്ളും കുടിച്ചിട്ട് പട്ടിണി നടക്കാനാ? എന്തൊരു കഷ്ടമായത്. ഗിരീശ, ഈ സേതുവിന്റെ മട്ടും ഭാവം കണ്ടിട്ടേ എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. ഈ രാത്രി ഒന്ന് നമുക്കവനെ ശ്രദ്ധിക്കണം. ചേട്ടൻ പോയി കിടന്നു, ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട, ഞാനിവിടെ കിടക്കാം. വേണ്ട, ചേട്ടൻ ചെല്ല്, ഒരു ഉറക്കം കളയണ്ട. ചെല്ല്, പോയി കിടന്നു.